ഹായ്, വെൽക്കം ടു മൈ ചാനൽ ട്വിങ്ക്ലിംഗ് വേൾഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്വിറ്റ്സർലൻഡിലെ കുറേ മനോഹരമായ കാഴ്ചകളാണ്. കുറേ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ്. ഇതുണ്ട്, ഒരു ലേക്കാണ്. ഇത് ആൽപ്സിൻ്റെ ഒരു മുകളിലെ ഭാഗമാണ്. അവിടെ മഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ, ഐസ്, അതൊക്കെയാണ്. കുറേ ഫോട്ടോസാണ് ആദ്യം ഞാൻ ഇട്ടേക്കുന്നത്. പൈൻ മരങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിലൊക്കെ കാണുന്നുണ്ടോ? അവിടെ മുഴുവനും പൈൻ മരങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ഇത് മറ്റേ ആൽപ്സിലോട്ട് കയറി പോകുന്നതിൻ്റെ ഒരു ഇതാണ്. അതിൻ്റെ സൈഡിൽ കണ്ട ഒരു ലേക്ക് മാതിരി ഒരു ഇതുണ്ട്. ചെറിയ വെള്ളമൊക്കെ നല്ല ക്ലിയർ വാട്ടറാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പശുക്കളൊക്കെ മേയുന്നത് കാണാവേ ചില സമയത്ത്. ഇവിടെയൊക്കെ കുറേ വീടുകളും ഒക്കെ കാണുവേ. ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതിലുകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഫ്ലാറ്റുകളൊക്കെ വളരെ കുറവായിരിക്കും. വലിയ ഫ്ലാറ്റുകളൊന്നും ഇല്ല. ഒത്തിരി പൊക്കമുള്ള ഫ്ലാറ്റുകളോ അങ്ങനെയൊന്നും ഇല്ല. കൂടുതലും ഈ വില്ല മാതിരിയുള്ള വീടുകളായിരിക്കും. ഒന്നുമില്ല. മൊത്തം ഓടിട്ട് അങ്ങനത്തെ ഒരു ഇത് കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഈ നല്ല ഗ്രീനറിയുടെ ഇടയ്ക്ക് ഇങ്ങനെ വീടുകൾ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഒത്തിരി ലേക്കുകളുണ്ട് കേട്ടോ. ലേക്കുകളിലെ വെള്ളമൊക്കെ ആണെങ്കിലും നല്ല ക്ലിയർ ആണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടെ മറ്റേ ഗോതമ്പിൻ്റെ പാടമൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് കാണാവേ. ഗോതമ്പിൻ്റെ പാടം കാണാം. പിന്നെ വൈൻ യാർഡുകളൊക്കെ കാണാം. വൈനാണ് ഇവിടുത്തെ മെയിൻ കൃഷിയൊക്കെ. വൈൻ യാർഡുകളാണ്. മറ്റേ ഗ്രേപ്പിൻ്റെ ഇത് അത് ചെറുതായിട്ട് ഉണ്ടായി വരുന്ന സമയമാണിപ്പോൾ. കായ്ച്ചു തുടങ്ങിയേക്കുന്ന സമയമൊക്കെയാണ്. ഈ സമ്മറിലാണ് അത് കായ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സമ്മർ സീസണാണ് കേട്ടോ. ആൽപ്സ് ആണ് ഈ കാണുന്നത് മൊത്തം. കണ്ടോ, വീടുകളൊക്കെ കണ്ടോ. അടുത്ത ലേക്ക് ഉണ്ടോ. ഇങ്ങനെ ലേക്കുകളുണ്ട്. ഓരോ ലേക്കിൻ്റെ വെള്ളത്തിന് കളർ കാണണം, പ്രത്യേകതയുണ്ട് കേട്ടോ. ചിലത് ബ്ലൂ കളർ കാണും, ചിലർ ഗ്രീൻ കളർ, അങ്ങനെയൊക്കെ ഒരു ഇതാണ് കാണുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ആ വെള്ളം കിടക്കുന്നുണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെയുള്ള പ്രോപ്പർട്ടിക്കൊക്കെ ഈ കാശ് കൊടുത്ത് മേടിക്കുക ഭയങ്കര റേറ്റാണ് കേട്ടോ. അവിടെയൊക്കെ വീട് വെക്കാനായിട്ട്, സ്ഥലം മേടിക്കാനായിട്ട് ഭയങ്കര റേറ്റാണ് അവിടുത്തെ പ്രോപ്പർട്ടിക്ക്. കണ്ടോ, വേറൊരു ലേക്കാണ്. അതിൻ്റെ സൈഡിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. അതിൻ്റെ ആ മൗണ്ടൻ ഉണ്ട്, ആൽപ്സിൻ്റെ ആ ഏറ്റവും മേളിലത്തെ ഭാഗത്തൊക്കെ ഇപ്പോഴും മഞ്ഞുണ്ട്. ഈ സമ്മറിലാണേലും മഞ്ഞുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനലിൽ കയറി ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണണേ. പിന്നെ സബ് കൂടെ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. സ്വിറ്റ്സർലൻഡിലെ ഒത്തിരി വീഡിയോസുകൾ ഇതിലിട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി കാണണേ. ഉണ്ടോ, വീടുകളൊക്കെ കണ്ട. ഈ വൈൻ യാർഡുകളൊക്കെ ഇല്ലേ, വലിയ വൈൻ യാർഡുകളുടെയൊക്കെ അടുത്ത് തന്നെ അത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അതിനകത്താണ് അവർ അപ്പം തന്നെ വൈൻ ഉണ്ടാക്കുന്ന ഇതാണ്. വേറെ സ്ഥലത്തൊന്നുമല്ല. വലിയ വലിയ വൈൻ യാർഡുകളുടെ സൈഡിൽ തന്നെയാണ് അത് വൈൻ ഉണ്ടാക്കുന്ന സ്ഥലവും അവിടെ തന്നെയാണ്. അവിടെ നിന്ന് ഉണ്ടാക്കി ആണ് കൊണ്ടുപോകുന്നത്. കണ്ടോ, വീടുകൾ കണ്ടോ. വീടുകളുടെ വിൻഡോയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വെക്കും അവർ. ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കും. അത് നല്ല രസമാണ് കേട്ടോ. ചെടികൾ കണ്ടോ, അവർ വിൻഡോയുടെ സൈഡിലെല്ലാം ചെടികൾ വെച്ചിട്ടുണ്ട്.
റോഡ് സൈഡിലേക്ക് തന്നെയാണ് ഈ വീടുകളൊക്കെ ഉള്ളതും. അവിടെ മതിലൊന്നും ഇല്ല കേട്ടോ. മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. സ്വിറ്റ്സർലൻഡിൽ പണിത വീടുകളുടെ ഒരു വീഡിയോ ഞാൻ ഇനിയും വരുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അവിടെ എങ്ങനെയാണ് വീടുകൾ പണിതേക്കുന്നതും അവരുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയും വരുന്ന വീഡിയോയിൽ അത് കാണാവേ. ഇതേ കണ്ടോ, വീട് കണ്ടോ, ലോണിൻ്റെ ഒക്കെ നടുക്ക് ഇങ്ങനെ വീട് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. കണ്ടോ? ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ഗോതമ്പിൻ്റെ പാടങ്ങൾ കാണാൻ പറ്റുമേ. അത് ഗോതമ്പാണേലും ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.